ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ടെക് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിനെ എങ്ങനെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാമെന്നുള്ളതാണ്. അത് ഇതുവരെ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ അത് ചെറിയൊരു അപ്ഡേഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് എല്ലാവരും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. വാട്സപ്പ് ബെറ്റ എന്നുള്ള വേർഷനാണ്. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് വാട്സപ്പ് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്ക് എടുത്തിട്ട് നമ്മുടെ ക്രോം ബ്രൗസറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗസറിലോ ഇട്ടിട്ട് ഓപ്പൺ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ഫേസ്ബുക്കിലെ ബ്രൗസറിൽ ഉപയോഗിക്കരുത്. ഫേസ്ബുക്കിലെ ബ്രൗസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഡൗൺലോഡ് ആവില്ല. ക്രോം ആയിരിക്കും ഏറ്റവും ബെറ്റർ. ക്രോമിലെ ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യുന്ന ലിങ്ക് കോപ്പി ചെയ്ത് ക്രോം ബ്രൗസറിൽ പേസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക. നമ്മൾ സ്ക്രോൾ ചെയ്ത് ഡൗൺലോഡ് ലിങ്ക് എടുക്കുക. ഡൗൺലോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഡൗൺലോഡായ ഫയൽ ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ വരും. അതിലെടുത്ത് അലോ ആപ്സ് ഫ്രം ദി സോഴ്സ് ഓൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആയി വന്നു. ഇനി അതിൽ വാട്സപ്പ് മെനു എടുക്കുക. അതിൽ സെറ്റിങ്സ് എടുക്കുക. ശേഷം അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക. നെക്സ്റ്റ് പ്രൈവസി. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് കാണാം. അത് എനേബിൾ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഫിംഗർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അതിൽ നമ്മൾ ഫിംഗർ വെച്ച് കൊടുക്കുക. ഫിംഗർ സ്കാൻ ആയി കഴിഞ്ഞു. ഇതിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. അതാകുമ്പോൾ വാട്സപ്പ് മിനിമൈസ് ചെയ്താലും പിന്നീട് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫിംഗർ വെച്ചാൽ ഓപ്പൺ ആകും. ആഫ്റ്റർ 1 മിനിറ്റ് അതേപോലെ 30 മിനിറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞിട്ടേ വാട്സപ്പ് ക്ലോസ് ആവുള്ളൂ. അതുവരെ ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഷോ കണ്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓഫ് ചെയ്തിടാം. അത് ഓഫ് ചെയ്തിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വരും, പക്ഷേ അതിലുള്ള എന്താണ്